ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലേണിംഗ് ന്യൂസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സംഭാഷണങ്ങളിൽ വളരെ ലളിതമായി കാര്യങ്ങൾ സംസാരിക്കുവാൻ എപ്പോഴും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഗെറ്റ് എന്ന വാക്കിൻ്റെ ചില പ്രയോഗങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. മൈ നെയിം ഈസ് മനോജ്. ഓക്കെ, ആദ്യമായി നമ്മൾ നോക്കുന്നത് ഗെറ്റിൻ്റെ വളരെ മനോഹരമായിരിക്കുന്നൊരു യൂസേജ് ആണ്. വളരെ വിരളമായി മാത്രമാണ് നമുക്കിത് കേൾക്കുവാൻ കഴിയുന്നത്. അതായത് കോസ് സംതിങ് ടു ഹാപ്പൻ, അതായത് എന്തെങ്കിലും ചെയ്യിപ്പിക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ ഗെറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, മൈ ബൈക്ക് ഹാസ് ബ്രോക്കൺ ഡൗൺ, ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ് ഫിക്സ്ഡ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്: എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റ് ആയി, അതെനിക്ക് നന്നാക്കിപ്പിക്കേണ്ടതുണ്ട്, അതായത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഐ ഹാവ് ടു ടേക്ക് മൈ ബൈക്ക് ടു സമ്മൺ ടു ഫിക്സ് ഇറ്റ്, അതായത് ഇത് നന്നാക്കുവാൻ വേണ്ടി മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഹീ ഈസ് ഗെറ്റിംഗ് ഹിസ് കമ്പ്യൂട്ടർ ഫിക്സ്ഡ് ഓർ റിപ്പയർഡ്, അതായത് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ നന്നാക്കിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമല്ല നന്നാക്കുന്നത്, മറ്റൊരാളെ കൊണ്ട് നന്നാക്കിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അനദർ എക്സാമ്പിൾ, വെർ ക്യാൻ ഐ ഗെറ്റ് മൈ കാർ ക്ലീൻഡ്, എവിടെയാണ് എൻ്റെ കാറ് ക്ലീൻ ചെയ്യിപ്പിക്കുവാൻ കഴിയുന്നത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ നല്ലൊരു പ്രയോഗമാണ്. സാധാരണ അങ്ങനെ നമ്മുടെ ഗ്രാമർ ബുക്കുകളിലൊന്നും ഇങ്ങനെ കാണുവാൻ കഴിയുകയില്ല. ഓക്കെ, അടുത്തതായിട്ട് എന്തെങ്കിലും കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും റിസീവ് ചെയ്തു, അഥവാ ഒബ്റ്റെയിൻ, ടേക്ക്, റിസീവ്, ഫെച്ച് എന്നീ അർത്ഥങ്ങളിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ടു ഗെറ്റ് മൈ ന്യൂ കാർ, എനിക്ക് എൻ്റെ പുതിയ കാർ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്യാൻ ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? ഷീ ഗാറ്റ് എ ബ്യൂട്ടിഫുൾ ചെയിൻ ഫോർ ഹെയർ ബർത്ത്ഡേ, അവരുടെ ബർത്ത്ഡേക്ക് അവൾക്ക് വളരെ മനോഹരമായ ഒരു ചെയിൻ കിട്ടി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തതായി ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, പ്ലീസ് സ്റ്റോപ്പ് ഹിയർ, ഐ ഹാവ് ടു ഗെറ്റ് സംതിങ് ഫോർ മൈ കിഡ്സ്, അതായത് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കേണ്ടതുണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ജാക്കറ്റ് ഫ്രം, അതായത് ഈ ജാക്കറ്റ് എവിടെ നിന്നാണ് നീ വാങ്ങിച്ചത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്ലീസ് ഗെറ്റ് സം വെജിറ്റബിൾസ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്, അതായത് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ വാങ്ങിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തത് ആകുക അല്ലെങ്കിൽ ആയിത്തീരുക എന്ന അർത്ഥത്തിൽ ഗെറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഡ്രിങ്ക് യുവർ കോഫി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് കോൾഡ്, അതായത് കോഫി കുടിക്കുക, അത് തണുത്തു പോകുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യു ആർ ഗെറ്റിംഗ് ബെറ്റർ, നീ വളരെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹീസ് ഗെറ്റിംഗ് ഓൾഡ്, അവൻ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഗാറ്റ് ടയേർഡ്, ഞാൻ ക്ഷീണിതനായി. ഇങ്ങനെയൊക്കെ അവസ്ഥ മാറുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി അണ്ടർസ്റ്റാൻഡ് അഥവാ എന്തെങ്കിലും മനസ്സിലായി എന്ന അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ഡിഡ്ന്റ് ഗെറ്റ് വാട്ട് യു സെഡ്, നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോബഡി ഗാട്ട് ദ ജോക്ക്, ആ തമാശ ആർക്കും മനസ്സിലായില്ല. ഐ ഡോണ്ട് ഗെറ്റ് വാട്ട് യു മീൻ ബൈ ഇറ്റ്, നീ അർത്ഥമാക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അടുത്തതായി ബ്രിങ് അഥവാ എന്തെങ്കിലും കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ ഗെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്ലീസ് ഗെറ്റ് ദ ഫയൽ, ആ ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗോ ഗെറ്റ് മോർ ഫ്ലവേഴ്സ്, കൂടുതൽ പൂക്കൾ കൊണ്ടുവരിക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തത് എത്തിച്ചേരുക അല്ലെങ്കിൽ അറൈവ് എന്ന അർത്ഥത്തിൽ ഗെറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഗെറ്റ് ദെയർ അറ്റ് 6 o'clock, 6 മണിക്ക് അവിടെ എത്തിച്ചേരുക. ഗെറ്റ് ദെയർ ബൈ 6 o'clock, 6 മണിയോടുകൂടി അവിടെ എത്തിച്ചേരുക. ഹി ഗാട്ട് ഹോം ഏർലി, അവൻ വീട്ടിൽ നേരത്തെ വന്നു. ഐ വിൽ ഗെറ്റ് ദെയർ ഓൺ ടൈം, ഞാൻ സമയത്ത് അവിടെ എത്തിച്ചേരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.